വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. ഇന്ന് KLFൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ആ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. ചെന്ന് കയറിയപ്പോൾ തന്നെയുള്ള സെഷൻ തീരെയായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും എണീക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഇത് നമ്മുടെ ഒരു ആക്ടർ ഉണ്ടല്ലോ, നാസർ അങ്ങനെ എന്താണ് പേര്, അദ്ദേഹമായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതൊക്കെ നോക്കി നിന്ന ശേഷം അപ്പോഴേക്കും എൻ്റെ പാപ്പനെ കണ്ടു അവിടുന്ന്. അങ്ങനെ പാപ്പൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പാപ്പനും പോകാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞു. ഈ തിരക്ക് സുനിത വില്യംസ് വരുന്നുണ്ടായിരുന്നേ, ലാസ്റ്റ് ഡേ അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നേ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഇടികൂടി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന ശേഷം പിന്നെ മെല്ലെ ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര പൊടി ഉണ്ടായിരുന്നേ. അങ്ങനെ ചെന്നപ്പോൾ ഇതാ ഒരു കുട്ടി ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം അത് നോക്കി നിന്നു. പിന്നെ എന്തായാലും ബീച്ചിലൊക്കെ വന്നതല്ലേ, ചെറുതായിട്ട് വിശക്കുമല്ലോ നമുക്ക്. അങ്ങനെ ഫിഷ് ബേന്ന് ഫിഷ് ഫിംഗേഴ്സ് വാങ്ങി കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റിലയൻസിൽ കയറി. അത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ആദ്യം തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഡ്രസ്സ് 2 ടീഷർട്ട് മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. എന്നാലും വന്ന സ്ഥിതിക്ക് മൊത്തമായിട്ടൊന്ന് നോക്കി കളയാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ കിട്ടിയാലോ. അങ്ങനെ ഫുള്ളായിട്ട് അവിടെ ഒന്ന് തിരയുന്നുണ്ട്. കുറേ ഓഫറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 399 കുർത്താസ്, പിന്നെ 70% 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫറൊക്കെ കണ്ടു. പക്ഷേ നമുക്ക് അങ്ങനെ അതൊന്നും വേണ്ടിയിരുന്നില്ല. ടീഷർട്ട് മാത്രമേ വേണ്ടതുണ്ടായിരുന്നുള്ളൂ. എനിക്കും അവനും വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി വന്ന സ്ഥിതിക്ക് ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർ മൊത്തമായി നോക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ കുറച്ച് നൈറ്റ് ഡ്രസ്സും അതൊക്കെ നോക്കി. പിന്നെ അതിൻ്റെ ലാസ്റ്റിലേക്ക് പോയപ്പോൾ കുറച്ച് ഷൂ കണ്ടേ. ഷൂ എന്തായാലും അവിടുന്ന് വാങ്ങിക്കില്ല, പക്ഷേ എങ്ങനെ നല്ലത് കിട്ടിയാലോ, അങ്ങനെ നല്ലത് കണ്ടാൽ വാങ്ങിക്കാമെന്ന് വെച്ചു. ഷൂവിൻ്റെ ആവശ്യം ഇപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ടീഷർട്ട് നോക്കി. അതിന് ശേഷം പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയേ. ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഓഫറൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളതാണോ എന്തോ അറിയില്ല. പക്ഷേ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ടീഷർട്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ലേഡീസിൻ്റെയും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. 199 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ബാഗ് നോക്കാൻ വേണ്ടി പോയി. ആദർശിനൊരു ബാഗ് വേണം. ബാഗ് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ആദർശിന് എന്താണെന്നറിയില്ല, അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ബാഗ് ഒന്നും ആവാത്തത് കൊണ്ട് പിന്നെ വാങ്ങണ്ടെന്ന് വെച്ചു. പിന്നെ ഇതേ ഈ ക്രോക്കറി സെക്ഷനിലേക്ക് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും എനിക്കൊന്നും ഒരു സാധനം പോലും വാങ്ങിക്കാനില്ല. പക്ഷേ ഈ പ്ലേറ്റും പാത്രങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വെറുതെ കുറച്ച് നേരം അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. പിന്നെ ഇതാ ഈ ഡോള് ബൊമ്മച്ചി കുട്ടികളെ കണ്ടപ്പോൾ അതൊക്കെ നോക്കി. പക്ഷേ വേണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് സ്നാക്സൊക്കെ ആയിരുന്നു വേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ലേസും പോപ്കോണും ഒക്കെ എടുത്ത് എല്ലാ സാധനങ്ങളും ബില്ലാക്കി. ബില്ലിംഗ് കൗണ്ടറിൽ തിരക്കായിരുന്നു. വരുന്ന വഴിക്കൊരു സ്വീറ്റ് കോണും വാങ്ങി പോന്നേ.